അതിമനോഹരമായിട്ടുള്ള ഒരു മറാഠി ഫീൽ ഗുഡ് സിനിമയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഞാൻ അധികം മറാഠി സിനിമകൾ റിവ്യൂ ചെയ്തിട്ടില്ല. ആത്മാ പാംഫ്ലെറ്റ് എന്നാണ് സിനിമയുടെ പേര്. ആശിഷ് അവിനാഷ് ബന്ദയാണ് ഇതിന്റെ സംവിധായകൻ. आत्मचरित्राला आपण आत्मा पॅम्फलेट म्हणूया. ഇതിലെ മെയിൻ ക്യാരക്ടറിന്റെ നരേഷനിലൂടെയാണ് ഈ സിനിമ മുഴുവൻ മുമ്പോട്ട് പോകുന്നത്. ഇതൊരു വെൽ റിട്ടൺ, വെൽ പിക്ചറൈസ്ഡ് ആൻഡ് വെരി വെരി വെൽ ആക്ടഡ് ഫിലിം ആണെന്ന് തന്നെ പറയാം. ആ കൊച്ചുകുട്ടികളൊക്കെ എന്തൊരു പെർഫോമൻസ് ആണ്, മുത്തുകളാണ്. പടത്തിന്റെ ആദ്യത്തെ സീൻ മുതൽ തന്നെ നമ്മളെ ഒരു മാജിക് പോലെ സിനിമയിലേക്ക് ഹുക്ഡ് ആക്കി നിർത്തുന്നുണ്ട്. നിങ്ങൾ 90s കിഡ്സ് ഒക്കെ ആണെങ്കിൽ പടം മുഴുവൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ആക്ഷേപഹാസ്യം അല്ലെങ്കിൽ ഒരു ഡാർക്ക് കോമഡി സ്റ്റൈലിലാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഭാഷ എന്നതൊന്നും നമുക്കൊരു പ്രശ്നമായിട്ട് മാറില്ല. നമ്മൾ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വെച്ചിട്ടൊക്കെയാണ് പടം കാണുന്നത്. പക്ഷെ ഞാൻ സിനിമ അത്രയ്ക്ക് ആസ്വദിച്ചുകൊണ്ട് എൻ്റെ സബ് ടൈറ്റിൽ വായിക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. ആശിഷ് എന്ന 4ാം ക്ലാസ്സുകാരന് കൂടെ പഠിക്കുന്ന സൃഷ്ടി എന്ന പെൺകുട്ടിയോട് തോന്നുന്ന കുട്ടി പ്രണയമാണ് സിനിമയുടെ ബേസ് എന്ന് തന്നെ പറയാം. അതിൽ പിന്നെ അവൻ്റെ കൂട്ടുകാർ വന്ന് ഇൻവോൾവ് ആവുന്നു. പിന്നെ അവരുടെ സ്കൂൾ ജീവിതം, ഫാമിലി ലൈഫ് എല്ലാം കൂടി ചേരുന്നതാണ് സിനിമയുടെ പ്ലോട്ട് എന്ന് പറയാം. ജാതി, മതം തുടങ്ങിയ വേർതിരിവുകളൊക്കെ കുട്ടികളിൽ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ നിഷ്കളങ്കമായ മനസ്സിൽ ഇതൊന്നും ബാധകമല്ല എന്നുള്ളത് ഭയങ്കര രസമായിട്ട് നല്ല നർമ്മ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് തന്നെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഇതിന്റെ സ്ക്രിപ്റ്റിന്റെയും ഡയറക്ഷന്റെയും ഒക്കെ മികവ് തന്നെയാണെന്ന് പറയാതെ വയ്യ. ഒപ്പം പിള്ളേരുടെ കിടലൻ പെർഫോമൻസും. ഓം എന്നൊരു ബാലതാരമാണ് ഇതിലെ ആശിഷ് എന്ന പ്രധാന വേഷത്തിൽ, ആ കുട്ടിയുടെ വേഷത്തിൽ വന്നിട്ടുള്ളത്. ഒന്നും പറയാനില്ല, ചെക്കൻ പൊളിയാണ്. ഓം മാത്രമല്ല, സിനിമയിലെ ഓരോ കുട്ടികളും അമ്മാതിരി പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. സിനിമ ഒരു 89 മുതൽ ഒരു 93 വരെ, കൂടുതലും ഈ 2 വർഷങ്ങളും പിന്നെ അവസാനമാകുമ്പോഴത്തേനും കുട്ടികൾ കുറച്ചുകൂടെ വലുതായി ചിലപ്പോൾ ഒരു 2000, 2001 ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. അങ്ങനെ മുമ്പോട്ടുള്ള കാലഘട്ടമാണ് കാണിക്കുന്നത്. അപ്പോൾ നടക്കുന്ന, അതായത് 90s പ്രധാനമായിട്ടും നടക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് സിനിമയിലെ സംഭവങ്ങളുമായിട്ട് കോർത്തിണക്കിയാണ് സ്ക്രിപ്റ്റ് ഒരുക്കി അവതരിപ്പിച്ചിട്ടുള്ളത്. സത്യജിത്ത് ശോഭ ശ്രീറാമാണ് സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത്. ഫൈസൽ മെഹദിക്കാണ് എഡിറ്റിംഗ്. സാകേത് കനേഡ്കറിന്റെ സംഗീതവും സിനിമയുടെ പ്ലസ് പോയിന്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്, പക്ഷെ തീരുന്നത് വരെ അത്രയ്ക്ക് നമ്മളെ എൻഗേജിംഗ് ആക്കി മുമ്പോട്ട് പോകുന്ന ഒരു കൊച്ചു സിനിമ കൂടിയാണിത്. അതോടൊപ്പം സിനിമ അതിൻ്റെതായ രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട്. പടം C5 അവൈലബിൾ ആയിട്ടുള്ളത്. ചുരുക്കത്തിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് സിനിമ എന്ന് തന്നെ, അങ്ങനെയല്ല സത്യം പറഞ്ഞ ഒരു കുഞ്ഞു മാസ്റ്റർ പീസ് ആണ് ഈ സിനിമ എന്ന് തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ലൊരു ജൂറിയൊക്കെയാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ വർഷം ഒരുപാട് നാഷണൽ അവാർഡുകളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. അല്ലെങ്കിൽ ഒരു മികച്ച ബാല ചിത്രത്തിനുള്ള അവാർഡെങ്കിലും കിട്ടും. എന്ന് വെച്ചാൽ അവാർഡ് പടമാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ, നല്ല കിടിലൻ പടമാണ്.